ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മളൊരു ഇലക്ഷൻ റിലേറ്റഡ് ടോപ്പിക്കായിട്ടാണ് സുഹൃത്തുക്കളെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മാരാർജിയിൽ നിന്ന് തന്നെ തുടങ്ങാം. വരുന്നവന് പോകുന്നതിന് ഒക്കെ എന്നിട്ട് മാരാറിനെ നെഞ്ചത്താണോ അടിച്ചിട്ട് പോകുന്നത്? എന്തൊരവസ്ഥയാണ്! ഏത് നേരത്താണോ നമ്മുടെ ജിക്ക് ഇലക്ഷന് മത്സരിക്കാൻ തോന്നി എന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. എന്താണെങ്കിലും ആദ്യം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെയും കയറി വൈറലായിരിക്കുന്ന നമ്മുടെ ജിയുടെ അടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു അബൌട്ട് ഈ ഒരു BJP സംഘപരിവാറിനെ പറ്റിയിട്ടൊക്കെ പറയുന്നൊരു സംഭവം നമുക്കതൊന്ന് കേൾക്കാം. നീയും പാടി 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 എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വതന്ത്രമായിട്ട് മത്സരിച്ചോളാം. ഞാൻ പണ്ടും ഒരു തവണ സ്വന്തമായിട്ട് മത്സരിച്ചു, ജയിക്കും തോക്കും എന്നുള്ളതൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത് പറയാൻ ഞാൻ മാത്രം മതി. ആദ്യം നമുക്കൊരു നിലപാട് വേണം. ഇന്ന പാർട്ടിയിലാണെന്ന് നട്ടല് വിളയ്ക്കാതെ പറയാൻ കഴിയണം. നട്ടല് വിളയ്ക്കാതെ അഭിമാനബോധത്തോടുകൂടി പറയുന്നു, ഞാൻ ഒരു പാർട്ടിയിലുമില്ല. എനിക്കൊന്ന് പുള്ളിക്കാരൻ ആ ഒരു ഫ്രണ്ട് ക്യാം ഓൺ ചെയ്ത് തന്നെയല്ലേ ഈ ഒരു ലൈവിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഫ്രണ്ട് ക്യാമിലാകുമ്പോൾ നമ്മുടെ ഫേസ് നമുക്ക് തന്നെ കാണാൻ സാധിക്കുമല്ലോ. അതായത് ഒരു കണ്ണാടി നോക്കി പറയുന്ന പോലെ തന്നെ പറഞ്ഞൊരു സാധനമാണ്. കുറച്ച് ആൾക്കാരോട് ചെന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലായില്ലേടേ മാരാർജി, എന്തോന്നിടേ ഇത് നേരത്തെ പറഞ്ഞത് ഇപ്പൊ കാണിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യം വൻ കോമഡിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, മുമ്പത്തെ ഒരു ചൊല്ലുണ്ടല്ലോ, അടി മൊത്തവും കിട്ടുന്നത് ചെണ്ടയ്ക്കും പൈസ മാരാർക്കും എന്നുള്ളത്. പക്ഷെ ഇങ്ങേരുടെ കാര്യത്തിൽ അടി കിട്ടുന്നത് ഇങ്ങേർക്ക്, BJPയുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്നത് ഇങ്ങേർക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം OK അനാഷ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. മാരാർജി ഇതിനകത്ത് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ബിക്കിനിയിട്ട് ബീച്ചിലോട് ഓടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു OK അനാഷ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. നമുക്കിനി ആ വീഡിയോ ഒന്ന് കാണാം. 10 വർഷം ഇന്ത്യ ഭരിച്ച BJPനോട് എനിക്ക് പേഴ്സണലി ബഹുമാനം ആദരവും മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ ഇമോഷണലോ ഒന്നും എനിക്ക് സംഭവിച്ചില്ല. പിന്നെ എന്റെ വീഡിയോസിൽ പൊളിറ്റിക്സ് ആയിട്ട് ഒരു ബന്ധമുള്ള വീഡിയോസ് ഞാൻ ഇടലില്ല. പക്ഷെ അഖിൽ മാരാറ് മൾട്ടിപ്പിൾ ഡാഡി റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലൂടെ ഉണ്ടായ എരപ്പജാതി എനിക്ക് എന്താ നിലപാടുണ്ട്. എന്റെ നിലപാടിന്റെ ഫസ്റ്റത്തെ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചേ. ഇനിയും പാടി 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 എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വന്തമായിട്ട് മത്സരിച്ചോളാം. സത്യം പറയുകയാണെങ്കിൽ ഈ തൃക്കാക്കര ഏത് സ്ഥലത്ത് ഏത് ജില്ലയിലാണെന്നും കൂടി എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, തൃക്കാക്കരെങ്ങാനും അഖിൽമാരാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ OK അനാഷി എന്ന് പറഞ്ഞാൽ ഞാൻ കോഴിക്കോട് ബീച്ചിൽ കൂടെ ഷെഡിയും റേച്ചറി ഇട്ട് നടക്കും. എനിക്ക് അത്രക്ക് ഉറപ്പായി തൂറിപ്പൊട്ടും. 100-200 കോടിയാണ് കിട്ടിയപ്പോ നമ്മളെ കേരളക്കാരെ വിൽക്കാന്നാണ്ട് വിചാരിച്ചില്ല. ജൂദാസിന്റെ പണിയെടുക്കല്ല മോനെ. ഇജ് വെടിയാളമായിരടാ. ആരാണ് ഏറ്റവും കൂടുതൽ പൈസ ഓല കൊടുത്തിലാജി പോവുക. നിലപാടിന്റെ രാജകുമാരൻ. എനിക്ക് ഇത്രക്ക് ടെൻഷനാൻ കാരണം എന്താ വെച്ചാല്, ഞമ്മ ഫസ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ അഖിൽ മാരാറിനെ. ആദ്യമായിട്ട് ഏതൊരു മലയാളിയും കാണുന്നത് ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന്റെ ശേഷമാണ്. അന്ന് ഇയാളിങ്ങനെ ഞാൻ ശ്രദ്ധിക്കും, എച്ചാതി വാക്കുകൾ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയും. അതൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു റോൾ മോഡലായ മനുഷ്യനെ. പാർട്ടിനോടുള്ള ദേഷ്യാന്നൊന്നും വിചാരിക്കരുത്. ഇപ്പം ഡോക്ടർ റോബിനും BJPക്ക് പോയിട്ടില്ല, നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം ഓൻ്റെതായിട്ടുള്ള ഇങ്ങനെ ഇവന്റെ ഐഡിയ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ആദ്യം ഇങ്ങനെ പറയാം, ഞാനൊരു പാർട്ടിയിലും ഇതാക്കൂല ചാണകത്ത് ചവിട്ടൂല. അപ്പൊ എന്ത് ചെയ്യും BJPക്കാര്? ഇവന്റെ ഈ അഭിമാനത്തിന് ഒരു 200 കോടി കൊടുക്കുക, അപ്പൊ അവൻ വിറ്റോളെന്ന് വിചാരിക്കുക. അങ്ങനെ പൈസ ഉണ്ടാക്കാടെ ഈ എരപ്പജാതി. നിങ്ങൾക്ക് ടാറ്റിക്സ് മനസ്സിലായ? ഫസ്റ്റ് ബിഗ് ബോസ് ആണ് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോ കയ്യിലുള്ള പൈസ ഒക്കെ കഴിഞ്ഞു. അപ്പൊ തോന്നി ഒരു പടം ഇറക്കാന്ന്. പടം ഇറക്കിയപ്പോ ഏതോ ഒരു മുള്ളംകൊല്ലി എന്തോ ഒരു ഊള പടം ഇറക്കിനു. ഒരു ചള്ളൊക്കെ ഒന്ന് കൊടുക്കാൻ തോന്നാം. മനുഷ്യരെ 160 റുപ്യ പോയതാ. 160 റുപ്യ ഉണ്ടോ മര്യാദ? 160 റുപ്യ പോയത് അന്ന് പടം കണ്ടിട്ട്. എന്നിട്ട് അന്ന് അഖിൽമാരോടുള്ള ഇഷ്ടം കൊണ്ട് പോയി കണ്ടത്. അത് പോട്ടെ, 160 പോട്ടെ, മര്യാദക്ക് GPay ചെയ്തോണ്ടി. എന്നിട്ട് അത് കഴിഞ്ഞതിന്റെ ശേഷം എന്ത് അപ്പൊ എന്നിട്ട് ആ പടം പൊട്ടിന്റെ ശേഷം എന്നിട്ട് പ്രൊഡ്യൂസറോട് ഉളുപ്പില്ലാതെ പൈസ ചോദിച്ചിട്ടില്ല. ഞാൻ 4-5 പ്രവേശം വീഡിയോ ചെയ്തതിന് അതിനുള്ള പൈസ എങ്കിലും തരുമെന്ന് പറഞ്ഞിട്ട് ഇനി നടക്കാൻ പോണെന്ന് എന്താ വെച്ചാല് BJPയിൽ മത്സരിച്ചിട്ട് പൊട്ടി. എന്നിട്ട് BJPന്റെ ആൾക്കാർ എന്തെങ്കിലും പൈസ ഒരു 100 കോടി 200 കോടി തരാറുണ്ടോ? എന്നിട്ട് 50 കോടി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആള് വീഡിയോ ഇടും. ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് കൈയെടുത്തു, ഞാൻ ബാത്റൂമിൽ കിടന്നുറങ്ങിയിട്ട് ഞാൻ അവിടെ പോയിന് ഇവിടെ പോയിന്, അതിനൊന്നും എനിക്ക് പൈസ ഇട്ടില്ല. എന്താണ് അത് ഇതെന്ന് പറഞ്ഞാൽ തിരിച്ചു പറയും. കാരണം എന്താ വെച്ചാല് അഖിൽമാരാർന്നല്ല എന്റെ പേര്, ഓന്തുമാരാർന്ന് വിളിക്കണം. അതൊക്കെ പഠിച്ചോൻ എന്താ 1947 ജനിപ്പിക്കാത്തതെന്ന് മനസ്സിലായില്ലേ? അന്നെങ്ങാനും ഇവനെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഇവൻ അവിടെ ഇംഗ്ലീഷുകാർക്ക് കുമ്പിടാൻ പോകും. അതന്നെ ഉണ്ടാവുക. അല്ല, ഇത്രയും കാലം ഓന്തുമാരാറിന്റെ റോൾ മോഡലൊക്കെ ആയി നടന്നേന് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഏതായാലും മൂപ്പർ എങ്ങനെ ആയില്ലേ, ഇനിയിപ്പോ ശിഷ്യനും അങ്ങനെ ആവണ്ടേ? ഇജ് എന്നെ കുറിച്ച് നല്ലത് പറയണമെന്നുണ്ടെങ്കിൽ ഒരു 100 കോടി അയക്ക്. ഞങ്ങളെ മണ്ണൂരോളവും കടലോണ്ടി അങ്ങാടി ഉള്ളവർക്ക് എല്ലാവർക്കും ഒന്ന് മന്തിയൊക്കെ വാങ്ങി കൊടുക്കട്ടെ. ഓക്കെ, എന്നാ നല്ലത് പറയാം. അഖിൽമാരാർ അടിപൊളിയാണ്, പളുങ്ക് പോലത്തെ ഹൃദയമാണെന്നൊക്കെ പറഞ്ഞേ. എരപ്പജാതി പോടാവുന്നു. നമ്മുടെ മാരാർജി കാരണം നമ്മുടെ നാട്ടിലെ ഓന്തിനൊക്കെ ഈഗോ അടിച്ചിട്ട് ഡിപ്രഷൻ അടിച്ചിരിക്കുക കേട്ടോ. കാര്യം ഓന്തിന് പോലും വെല്ലുവിളിയാണ് ഇപ്പം മാരാർജി. അതുപോലെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാരാർജിയുടെ ഈ ഇലക്ഷൻ സമയത്ത് അടുത്തൊരു സ്ട്രാറ്റജി ആണല്ലോ ഇതുപോലെ ദാരിദ്ര്യം പറയുന്നത്. പുള്ളി ആ ഒരു സാധനം കഴിഞ്ഞ ദിവസം വീഡിയോക്കകത്തോടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പോയി ഓടി നടന്ന് എല്ലാവർക്കും കൈ കൊടുത്തിട്ട് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അങ്ങനെയുള്ള സകലമായ ഗിമിക്കുകൾ നമ്മുടെ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അനാശ പറഞ്ഞേക്കുന്ന ഒരു സാധനം, മാരാർജി ജയിച്ചു കഴിഞ്ഞാൽ ബിക്കിനി ഉള്ളിൽ ഇത് സാധനം ഇട്ടിട്ടാണെങ്കിൽ ബീച്ച് വഴി ഓടുന്നൊക്കെ പറഞ്ഞ സാധനമില്ലേ, കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോഴത്തേക്കിന് ഇപ്പൊ ഒന്ന് മാരാർജി ഒന്ന് ജയിച്ചു കാണാൻ ഒരു ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് കമന്റ്സ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതാ പറഞ്ഞ വരുന്നതിനും പോകുന്നതിനും എല്ലാം നമ്മുടെ ജിയുടെ നെഞ്ചത്തിട്ട് കൊട്ടിയിട്ട് പോവാ. ശരിയാണ്, കുറെ ആൾക്കാർ ഇപ്പം പല റീൽസ് നമുക്ക് ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്നത് ഇവർക്കൊക്കെ ആണല്ലോ അന്ന് ബിഗ് ബോസ് ടൈമിൽ വോട്ട് കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ മാരാർജിയുടെ, ഡോക്ടർ റോബിന്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ വെച്ചുകൊണ്ട് കുറെ റീൽസ് കാര്യങ്ങളൊക്കെ പിള്ളേരൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാണെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ജി തന്നെ വന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഇങ്ങോട്ട് വായിക്കാം. നിന്റെ കുഴപ്പമല്ല മോനെ, തലച്ചോർ മരവിച്ചതും ചിന്തിക്കാൻ ബോധമില്ലാത്തതും ഒക്കെ മാറാൻ നിന്റെ ഉമ്മയും ഉപ്പയും ഒക്കെ പ്രാർത്ഥിക്കട്ടെ. കേരള രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് നാളിതുവരെ നീയൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ 5 പേര് CPM MLA പാർട്ടി വിട്ട് മറ്റു പാർട്ടിയിൽ മത്സരിക്കുന്നത് നിനക്കറിയാമോ? സന്ദീപ് വാര്യർ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നീ കേട്ടിട്ടുണ്ടോ? സരിൻ പിണറായിയെ ആക്ഷേപിച്ചത് നീ കേട്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ ചേർന്ന പാർട്ടിയുടെ പേര് 2020 എന്നാണ്. ആ പാർട്ടിക്കുള്ളത് സ്വതന്ത്ര ചിന്തയും വികസന കാഴ്ചപ്പാടുമാണ്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും എന്താണ് മാറ്റം? മുന്നണി രാഷ്ട്രീയം എന്താണ് എന്ന് നിനക്ക് അറിവില്ലാതെ പോയത് എൻ്റെ കുഴപ്പമല്ല. ജട്ടിയും പ്രായവും ഇട്ട് ഓടാൻ നടക്കാതെ ആദ്യം എന്താണ് രാഷ്ട്രീയം എന്ന് പഠിക്കാൻ നോക്കുക. ഞാൻ കഴിഞ്ഞ 8 വർഷമായി ഒരു പാർട്ടിയും ഇല്ലാത്ത ഒരാളാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാൾ വിവിധ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നത്, അതായത് കാലത്തെ ആ വിഷയങ്ങളുടെ ശരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജി ഉദ്ദേശിക്കുന്ന ഇത്രയാണ്. അതായത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും നോക്കുന്നില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ചെയ്യുന്നതാണെങ്കിൽ അവരൊക്കെ ഇതുപോലെ ഓരോരുത്തർ ഈ കാല് പാരുന്നുണ്ട്, ഇതുപോലെ പാർട്ടി വിട്ട് മാറുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. സോ അവരത് ചെയ്യുന്നുണ്ട്, പിന്നെ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളതാണ് നമ്മുടെ ജി പറയുന്നത്. അതാണ് നമ്മുടെ ജിയുടെ നിലപാട്. അതായത് ഞാൻ ആലോചിക്കുന്ന ജി, എനിക്ക് ഒന്നേ ചോദിക്കുള്ളൂ, നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഗോവിന്ദസ്വാമിനെ പോലുള്ള ഒരുപാട് ആളുകളുണ്ട്, അവർ ഇവരൊക്കെ ചെയ്യുന്നില്ല, എന്നാൽ പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതുപോലെ റോഡിൽ ഇറങ്ങിയിട്ട് ഇതുപോലെ കന്നന്തിരിവ് കാണിക്കാൻ പോകും. പിന്നെ നിലപാടിനെ പറ്റിയിട്ട് ഇയാൾ പറയുമ്പോഴത്തേക്കിനും ഇന്ന് രാവിലെ എണീക്കുമ്പോൾ എനിക്കൊരു നിലപാട്, ഉച്ചയാകുമ്പോൾ മറ്റൊരു നിലപാട്, വൈകുന്നേരം ആകുമ്പോൾ മറ്റൊരു നിലപാടെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ജി ഇതിന് നാട്ടിലൊരു ചൊല്ല് പറയും, അപ്പപ്പോൾ കാണുന്ന ആൾക്കാരെ അങ്ങനെ പോകുമ്പോഴത്തേക്കിന് അറിയാമല്ലോ, അത് തന്നെ. അപ്പോൾ ജി എവിടെയെങ്കിലും ഒന്ന് ജി ഉറച്ചു നിൽക്കണം, പറയുന്ന കാര്യത്തിൽ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. അല്ലാതെ ഞാൻ ഇന്നലെ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, മറ്റായിരുന്നു അഭിപ്രായം, ആ സമയത്ത് അങ്ങനെ പറഞ്ഞതിന് ഇങ്ങനെ ഒരു കാരണം ഉണ്ടായിരുന്നു, മറ്റേത് പറഞ്ഞായിരുന്നു, നിങ്ങൾ പറയുന്ന ഒരു ക്ലാരിറ്റി ഇല്ല ബൈ, പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞേക്കുന്ന, എനിക്ക് ശബ്ദിക്കാൻ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞേക്കണം നമ്മുടെ ജി ഇട്ടേക്കുന്ന കമന്റ് ആയിരുന്നു പിന്നീട് കണ്ടിട്ട്. ഇനി നമ്മുടെ ഡോക്ടർ ജിയിലോട്ട് വരാം. ചാൻസ് ഉണ്ട് വരണമെന്നാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഓടി നടക്കണ്ടേ, ഫുൾ ഓടി നടന്ന് നമ്മളെ കൂടെ നടക്കണ്ടേ. എന്നാലും ഒരു ദിവസം ഞാൻ ഒന്ന് വിളിച്ചു നോക്കും, വരുന്നെങ്കിൽ വരട്ടെ, ഒന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യും, ഞാൻ എന്താണ് അനുഭവിച്ചതെന്നുള്ള അറിയട്ടെ. പക്ഷേ ഇതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ടേ ഫീൽ ചെയ്യുന്നില്ല. ഇതാണ് ഇനി എൻ്റെ ലൈഫ് എന്നുള്ള ഒരു റിയലൈസേഷനാണ് എനിക്ക് തരുന്നത്. കാരണം എന്നാലും നമുക്കൊരു ഇതറിയത്തുള്ളൂ. സോ ഞാൻ എൻജോയ് ചെയ്ത് തന്നെ ചെയ്യുന്നുണ്ട്, ഓടി നടത്ത്. ഇന്ന് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ തന്നെ BJP പ്രവർത്തകർ ഇങ്ങനെ ബാക്കിൽ നിന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പൊളി കാൻഡിഡേറ്റ് തന്നെയല്ലേ കിട്ടിയത്. അത് കേട്ടപ്പം എനിക്കൊരു ബാക്കിൽ നിന്ന് ആൾക്കാർ പറഞ്ഞിട്ട് നമുക്കൊരു പൊളി കാൻഡിഡേറ്റ് തന്നെയല്ല കിട്ടിയത്. ഇവർക്ക് ഇത് സ്ക്രിപ്റ്റ് ഇവർ ശരിക്കും ആരെങ്കിലും ഇവർക്ക് വെവ്വേറെ രീതിയിൽ ഇങ്ങനെ സെയിം തീം വരുന്ന രീതിയിൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്നതാണ്. അതായത് ഇവർ കിടില്ല എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മുടെ മാരാർജി കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയ വണ്ണിനാണോ മാതൃഭൂമിക്കാണോ എന്ന് അറിയത്തില്ല, കൊടുത്ത ബൈറ്റ്സിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ മുമ്പൊരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ കുറച്ചൊരു 4 പേര് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ മാരാർജി അവൻ കൊള്ളാല്ലേ, ഓടി നടന്ന് വർക്കുന്നുണ്ട്, അവൻ കൊള്ളാൻ കിടിലെന്നൊക്കെ പറയുന്നൊരു സംഭവം നമ്മുടെ ജിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ സ്വന്തമായിട്ട് ഇതുപോലെ ഏതെങ്കിലും 1 or 2 ആൾക്കാർ പറയുന്ന സാധനം മാത്രമേ ഇവർക്ക് പറയുള്ളൂ. പക്ഷേ ഇവർ നല്ല രീതിയിൽ അങ്ങ് പൊലിപ്പിച്ച് ഇവർ കാണിക്കുന്നുണ്ട്. ഇനി ഇത് എന്തെങ്കിലും സ്ക്രിപ്റ്റ് ആണോ ബൈ നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളത്? അങ്ങനെ ഓടി. ഇനി അടുത്ത ചക്കയുടെ കോമഡിയിലോട്ട് നമുക്ക് വരാം. ചക്ക തന്നെയാണ് താമര തന്നെയാണ് ചക്ക നമ്മളിങ്ങനെ പൊളിച്ചു കാണുമ്പോൾ താമരയുടെ ഇതളുകൾ പോലെ ഇരിക്കുക. അപ്പൊ എത്ര താമര. അടുത്തത്തെ ഒരു ചൊല്ലുണ്ടല്ലോ, ചക്ക ഇട്ടപ്പോൾ മുയല ചത്തൂന്ന്. ഇവരുടെ കാര്യത്തിൽ ഇലക്ഷൻ കഴിയുമ്പോൾ നേരെ അത് മാറ്റി പറയേണ്ടതായിട്ട് വരും. മുയല വീണപ്പോൾ ചക്ക ചത്തൂന്ന്. ചക്കയ്ക്കകത്ത് താമരയെ എന്താണെങ്കിൽ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവർ എവിടെ നോക്കിയാലും താമര മാത്രമേ ഇവർക്ക് കാണാൻ പറ്റുള്ളൂ. എല്ലാത്തിനകത്തും താമരയായിരിക്കും. ഇപ്പോൾ പൊറോട്ട ബീഫ് ഉണ്ട് കഴിഞ്ഞാൽ അതിനകത്തും താമര വിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് ഇവർക്ക് കാണാൻ സാധിക്കും. മറ്റേതെങ്കിലും സ്ഥലത്ത് പോയാൽ അവിടെ ഇതുപോലെ വിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് ഇവർക്കത് കാണാൻ സാധിക്കും. അതൊരു പ്രത്യേകതരം പരിപാടിയാണിത്. അത് ഇവർക്ക് മാത്രമേ അങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ, അതായത് കിതപ്പിലൊരു കുതിപ്പ് എന്ന് പറയുമല്ലോ, അതുപോലെ ഒരാളാണ്, ഡെവലപ്മെന്റ്സ് ഭയങ്കരമായിട്ട് കൊണ്ടുവരുന്ന ഒരാളാണ്. നമുക്ക് കാണാം. നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മുടെ നാട്ടിലുള്ള വികസനങ്ങളുടെ ഒക്കെ പിന്നിൽ കേന്ദ്ര സർക്കാർ തന്നെയാണ്. മോദിജി സ്വപ്നം കണ്ട വികസിത ഭാരതം ഇന്ന് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുക. ആരോ ഈ കൊച്ചിനെ പറഞ്ഞു പറ്റിച്ച് നല്ല പിരിയേറ്റി വിട്ടിട്ടുണ്ട്.
പിന്നെ മോദിജി സ്വപ്നം കണ്ട വികസിത ഭാരതം കാണണമെന്നുണ്ടെങ്കിൽ കണ്ണ് തുറന്നൊന്ന് നോക്കണം. നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ മോദിജി കണ്ട വികസിത അല്ലെങ്കിൽ സ്വപ്നം കണ്ട ആ ഒരു വികസിത ഭാരതം എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് BJP തന്നെ ഭരിക്കുന്ന ബീഹാറിലെ ഡോക്ടറും ചികിത്സയും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ. गवर्नमेंट हॉस्पिटल नहीं है इधर. गवर्नमेंट है, जरा सा दूर पड़ता है ना. आप कितना साल इधर प्रैक्टिस करने? 2 साल से कर रहा हूँ. आपका MBBS कौन सा हॉस्पिटल है? MBBS हम लोग नहीं किए हैं, ऐसे प्रैक्टिस किए हैं. MBBS नहीं है. തട്ടിപ്പ് പരിപാടിയാണ്. മികച്ച ചികിത്സയാണ്. BJP ഭരണത്തിലുള്ള ബീഹാറിലെ കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഈ നമ്മുടെ മോദിജി സ്വപ്നം കണ്ട വികസിത ഭാരത് എന്ന് പറയുമ്പോൾ മോദിജിയുടെ നമ്മുടെ ഗുജറാത്തിലോട്ട് നമുക്കൊന്ന് പോകാൻ സുഹൃത്തുക്കളെ. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച 3 നേരം നല്ല ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത എല്ലുന്തിയ മനുഷ്യരെയാണ് 13 വർഷം മുഖ്യമന്ത്രിയായും 10 വർഷത്തോളം പ്രധാനമന്ത്രിയായും നീണ്ട 23 വർഷം മോദി ഭരിച്ചു സിംഗപ്പൂരാക്കിയ ഗുജറാത്തിലെ പ്രധാന നഗരത്തിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം ചിലവഴിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്. നഗരങ്ങളിലെ അവസ്ഥ ഇതാണെങ്കിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ എന്തായിരിക്കും ഗുജറാത്തിന്റെ അവസ്ഥയെന്നത് ചിന്തിക്കാൻ പോലും ആവുന്നില്ല. കേരളത്തിൽ BJP വരണം, മോദി മാജിക് വരണം, ഗുജറാത്ത് മോഡൽ സിംഗപ്പൂർ വരണം എന്നൊക്കെ പറയുന്ന ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തും മനം മടുപ്പിക്കുന്ന ദുർഗന്ധം. എവിടെ നോക്കിയാലും ചവറുകൂനകളും ചപ്പുചവറുകളും. പോരാത്തതിന് ആളുകൾ മുറുക്കി തുപ്പി വൃത്തിഹീനമാക്കിയത് വേറെ. മാത്രമല്ല റോഡരികിൽ ഉടനീളം ഫുട്പാത്തിലായി കഴിഞ്ഞാലും മറ്റുള്ള സ്ഥലങ്ങളിലായി കഴിഞ്ഞാലും ആളുകൾ കിടന്നുറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം. നമ്മൾ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, പെരുവഴിയിലാക്കി അല്ലെങ്കിൽ നടുറോഡിലേക്കാക്കി എന്നൊക്കെ പറഞ്ഞ പോലെ മോദിജി ഇവിടെയുള്ള ഗുജറാത്തിലുള്ള ജനങ്ങളെ മുഴുവൻ പെരുവഴിയിലാക്കി എന്നുള്ളതിന്റെ വേറൊരു ഉദാഹരണമാണ്. ഇവിടെയുള്ള പാവപ്പെട്ടവന്റെ കിടപ്പാടമില്ലാതാക്കിയാണ് മോദി കോർപ്പറേറ്റുകൾക്ക് ഹെക്ടർ കണക്കിന് ഭൂമി പതിച്ചു നൽകി ഗുജറാത്ത് മോഡൽ വികസനം നടത്തിയതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇതാണോ മോദിജി സ്വപ്നം കണ്ട വികസിത ഭാരതം? ഇനിയും അത് മാത്രമല്ല, ഈ ഡെവലപ്മെന്റ്സ് എന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. ആൻഡ് ഓഫ് കോഴ്സ് ഈ പറയുന്ന BJP ഒരു ഡെവലപ്മെന്റ്സും ചെയ്യാതെ അങ്ങനെ കിട്ടിയേക്കുകയാണെന്നുള്ള ഞാൻ പറയണില്ല. ഈ ഡെവലപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ പേടിക്കേണ്ടുന്ന ഡെവലപ്മെന്റ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആരവല്ലി മലനിരകൾ. അപ്പോൾ അതിനെ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് അതിനെ തുടച്ച് നീക്കിക്കൊണ്ട് പുതിയൊരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയേക്കുന്ന കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണോ നമുക്ക് വേണ്ടുന്ന ഡെവലപ്മെന്റ്സ്? നമ്മുടെ നല്ല രീതിയിലുള്ള ഒരു വാസയോഗ്യമായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷത്തെ, നമ്മുടെ ഈ ഒരു പ്രകൃതിയെ, നമ്മുടെ ഈ ഒരു ഭൂമിയെ നശിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ ഒരു ഡെവലപ്മെന്റ്സ് ആണ് നമുക്ക് വേണ്ടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ രാജസ്ഥാൻ മരുഭൂമിയിലെ ഈ പറയുന്ന ആ മരുഭൂമി മൊത്തം പിന്നീട് ഇങ്ങോട്ടേക്ക് ഒരു സൈഡിലോട്ട് മാറിയിട്ട് നമ്മുടെ ഭൂപടത്തിൽ തന്നെ വലിയൊരു ചേഞ്ച് ഉണ്ടാകുന്ന രീതിയിലുള്ള അത്രയും ഭീകരമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ് നമ്മുടെ നാട്ടിൽ വേണ്ടുന്നത്. പിന്നെ വലിയ ക്ഷേത്രങ്ങളും ഈ കാര്യങ്ങളൊക്കെ പടുത്തുയർത്തുന്ന കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ സ്ഥലത്ത് കുട്ടികൾക്ക് കൃത്യമായിട്ട് വേണ്ടുന്ന എഡ്യൂക്കേഷൻ, അല്ലെ സ്കൂളുകളിൽ കൊടുക്കേണ്ടുന്ന പല ഫെസിലിറ്റീസ്. കഴിഞ്ഞ ദിവസം കണ്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. സ്കൂളിലെ കുട്ടികൾക്ക് ഈ മറ്റേ തൊട്ടി ഉണ്ടല്ലോ, തൊട്ടിക്കകത്ത് മൊത്തം വെള്ളം നിറച്ചിട്ട് 1 ലിറ്റർ പാൽ അതിനകത്ത് കലക്കിയിട്ടാണ് കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കുന്നത്. ഇതാണോ നിങ്ങൾ പറയുന്ന ഡെവലപ്മെന്റ്സ്? അപ്പോൾ നിങ്ങൾ കണ്ണ് തുറന്നൊന്ന് നോക്കണം അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പിന്നെ പലരും പറഞ്ഞ സാധനമുണ്ട്, ഈ മോദി മീഡിയാസ്. അങ്ങനെയാണ് നമുക്ക് പറയേണ്ടത്. കാര്യം മോദി മീഡിയാസ് ഈ സാധനങ്ങളൊന്നും പുറത്തോട്ട് കൊണ്ടുവരില്ല. കൊണ്ടുവരുന്ന പല ആൾക്കാരും ആണെങ്കിൽ ഇന്ന് ജീവനോടെ ഇല്ലാത്ത സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്തടാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനെ കണ്ണ് തുറന്ന് നോക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. ഓക്കെ, ഈ മോദി മീഡിയാസ് ഒക്കെ പറഞ്ഞ സാധനങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങാനെ കൊണ്ട് ഈ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പറ്റുമായിരിക്കും, പക്ഷേ നമുക്കത് പറ്റൂലടെ. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കണം, ഇതിന് വിശ്വാസത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ഇവർ വന്നു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളൊക്കെ. അതാണ്ട് മനുഷ്യൻ കുടിക്കേണ്ടുന്ന പാല് വെള്ളത്തിലൊഴുക്കി കളയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ അത് കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. ഓക്കെ, ആ സ്ഥാനത്ത് ഗോമൂത്രം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്കവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വിവരം ബോധമുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവറ്റകളൊക്കെ എന്തോന്നടേ ഇത്? ഈ ശിലായുഗത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിംഗ് കൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരാണ്. ഇപ്പം ചില ആൾക്കാർ അതൊക്കെ നോർത്തിലോട്ടുള്ള അവരുടെ കൾച്ചർ മാങ്ങ തേങ്ങ ചക്ക എന്ന് പറയുന്നുണ്ടെങ്കിൽ ചാണകക്കുഴി കിടക്കേണ്ടുന്ന ഇതുപോലുള്ള കുറേ എണ്ണങ്ങളുണ്ട്. അവരെ അതിനകത്ത് അങ്ങ് പുതച്ചങ്ങ് വെക്കണം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കേണ്ട പാലാണെങ്കിൽ വെള്ളത്തിലൊഴുക്കി കളയുക. എന്നിട്ട് ഈ പുണ്യനദിയാണല്ലോ ഗംഗാനദി. ഗംഗാനദി മുമ്പൊരിക്കൽ ഒരാൾ അവിടെ ഇറങ്ങിയിട്ട് ഒരു ഫോറുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് കുറേ നാളുകൾക്ക് മുന്നേ കണ്ടാണ്, സ്കിപ്പായി പോയി. അതുകൊണ്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റിയില്ല. അവിടെ റിസർച്ച് ചെയ്ത് ഇതിനകത്തു നിന്ന് കണ്ടേക്കുന്ന ഏറ്റവും കൂടുതൽ ആ ഒരു വെള്ളത്തിലടങ്ങിയേക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ വേസ്റ്റ് ആണ്. ഓക്കെ, സെപ്റ്റി ടാങ്കിൽ കിടക്കേണ്ടുന്ന സാധനം കിടക്കുന്നത് ഈ വെള്ളത്തിൽ. പുണ്യ നദിയാണെന്ന് പറഞ്ഞിട്ട് ഇവന്മാർ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ്. ഇനി നമ്മുടെ നാട്ടിലെ ഡെവലപ്മെന്റ്സിനെ പറ്റിയിട്ട് പറയുമ്പോൾ മുമ്പ് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തപ്പോൾ പലരും പറഞ്ഞിരുന്നു, നീ എന്തുകൊണ്ട്
ഒരു പാർട്ടിനെ മാത്രം ഇതായിട്ട് പറയുന്നത് ബാക്കിയുള്ള സംഭവങ്ങളൊന്നും കണ്ടില്ലേ എന്നുള്ളത്. അത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ബാക്കിയുള്ളത് നിങ്ങൾ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുള്ളൂ. ഇതിനുശേഷം നമ്മുടെ പിണറായി വിജയൻ മറ്റേ വീട്ടിൽ പോയി പറ എന്ന് പറഞ്ഞ ഈ സംഭവത്തെ പറ്റിയൊക്കെ നമ്മൾ വിമർശിച്ച് ചെയ്തപ്പോഴും പലരും പറയുന്നുണ്ടായിരുന്നു ഇനി എന്താ ഇവർ ചെയ്ത ഡെവലപ്മെന്റ്സ് കണ്ടില്ലേ എന്ന്. ഈ ഡെവലപ്മെന്റ്സ് ഒന്നും കാണാതെ അങ്ങനെയൊന്നും അല്ല നമ്മൾ പറഞ്ഞത്. അവിടെ ഈ പറഞ്ഞ സാധനം ഒരു ഏകാധിപത്യപരമായിട്ടുള്ള ഇത്തരം സാധനങ്ങൾ പറയുന്നതിനോടെ കടക്ക് പുറത്ത് വീട്ടിൽ പോയി പറ ഇങ്ങനത്തെ സാധനങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് അവിടെ ചോദ്യങ്ങൾ ചോദിക്കും, അവർ ഉത്തരം തന്നേ പറ്റുള്ളൂ, അത് ആരാണെങ്കിലും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ BJP ഭരണത്തിൽ ഇല്ലാത്ത കേരളത്തിൽ നടന്നിരിക്കുന്ന ഡെവലപ്മെന്റ്സിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം, കേന്ദ്രത്തിൽ നിന്ന് നമ്മളെ ഒറ്റപ്പെടുത്തി നിർത്തിയിട്ടാണ് ഇതുപോലെ നമുക്ക് മര്യാദയ്ക്ക് ഈ പറയുന്ന ഫണ്ടോ കാര്യങ്ങളൊന്നും തരാതെ അങ്ങനെ ഇട്ടേക്കാണ്. വയനാട് ദുരിതഭൂമിയായ ടൈമിലും പ്രളയത്തിന്റെ ടൈമിലും ഒക്കെ തന്നെ നമ്മുടെ കേരളത്തിനെ അവർ അവഗണിച്ചത് നിങ്ങൾ പല ആളുകളും അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കണ്ണടച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ കണ്ണടയ്ക്കാൻ പറ്റൂല. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ ഒരു നേട്ടം പറയുന്ന ഒരു ചോദ്യം സതീശൻ ചോദിച്ചാൽ ഒരു നേട്ടത്തിന് വേണ്ടി പരക്കം പായേണ്ടി വരും. ബഹുമാനായ ഉമ്മൻചാണ്ടി സർക്കാർ ഒടുവിലത്തെ സമയത്ത് പൊതുവിദ്യാഭ്യാസം സംബന്ധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞത് അടിയന്തരമായി 40% സ്കൂൾ പൂട്ടണമെന്നായിരുന്നു. സർക്കാർ സ്കൂൾ ഒറ്റ സ്കൂൾ പൂട്ടിയില്ല എന്നതാണ് ഞങ്ങളുടെ നേട്ടം. പരീക്ഷാകാലത്ത് പോലും പാഠപുസ്തകം കൊടുക്കാത്ത നിങ്ങളുടെ കാലത്തിൽ നിന്നും ഓണം നേരത്തെ വന്നുവെന്ന് പറഞ്ഞ മന്ത്രിയുടെ വങ്കത്തരങ്ങളിൽ നിന്നും സ്കൂൾ പൂട്ടുന്നതിന് മുൻപേ അടുത്ത കൊല്ലത്തെ പാഠപുസ്തകം കൊടുക്കുന്നതിലേക്ക് മാറിയതാണ് ഞങ്ങളുടെ നേട്ടം. ശിശുമരണ നിരക്കിൽ അമേരിക്കയെ കടത്തി വെട്ടിയതാണ് ഞങ്ങളുടെ നേട്ടം. ജില്ലാ ആശുപത്രിയുടെ മുകളിൽ മെഡിക്കൽ കോളേജ് എന്ന് ബോർഡ് എഴുതി വെച്ച് തടി കൈച്ചലാക്കിയ സ്ഥാനത്ത് ഇപ്പോൾ പത്തനംതിട്ടയിലും അതുപോലെ ഇടുക്കിയിലും വയനാട്ടിലും കാസർഗോഡിലും സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് ദേശീയ അംഗീകാരം നേടിയതാണ് ഞങ്ങളുടെ നേട്ടം. ഇന്ത്യയിൽ ആദ്യമായിട്ട് 2000 രൂപ ക്ഷേമ പെൻഷൻ കൊടുത്തതാണ് ഞങ്ങളുടെ നേട്ടം. വീട്ടമ്മമാരുടെ പെൻഷൻ എന്ന ചരിത്രത്തിലെ ആദ്യ ചുവടുവയ്പ് ഇന്ത്യയിൽ കേരളത്തിൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ നേട്ടം. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ് ഏർപ്പെടുത്തിയാണ് ഞങ്ങളുടെ നേട്ടം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമന നിരോധന ഉത്തരവിറക്കി PSC വഴിയുള്ള നിയമനങ്ങൾ മരവിപ്പിച്ചപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 3 ലക്ഷം ചെറുപ്പക്കാരെ സർക്കാർ ഉദ്യോഗസ്ഥരാക്കി മാറ്റിയതാണ് ഞങ്ങളുടെ നേട്ടം. 4 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്താണ് ഞങ്ങളുടെ നേട്ടം. 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകിയതാണ് ഞങ്ങളുടെ നേട്ടം. നിങ്ങൾ പകുതി വഴിയിൽ വെച്ച് അവസാനിപ്പിച്ച് അസാധ്യം എന്ന് ഫയലിൽ എഴുതി വെച്ച ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയതാണ് ഞങ്ങളുടെ നേട്ടം. നിങ്ങൾ പകുതി വഴിയിൽ അവസാനിപ്പിച്ച് അസാധ്യമെന്ന് തീർപ്പ് കൽപ്പിച്ച കൊച്ചിയിടമൺ പവർ ഹൈവേ പൂർത്തിയാക്കി പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 10 കൊല്ലം സമ്മാനിച്ചതാണ് ഞങ്ങളുടെ നേട്ടം. നിങ്ങൾ അസാധ്യമെന്ന് തീർപ്പ് കൽപ്പിച്ച ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമാക്കിയതാണ് ഞങ്ങളുടെ നേട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാണ് ഞങ്ങളുടെ നേട്ടം. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ സ്ഥാപിച്ചതാണ് ഞങ്ങളുടെ നേട്ടം. കേരളത്തിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് ആരംഭിച്ചതാണ് ഞങ്ങളുടെ നേട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ ജല മെട്രോ കൊച്ചിയിൽ യാഥാർത്ഥ്യമാക്കിയതാണ് ഞങ്ങളുടെ നേട്ടം. ഇങ്ങനെ ഈ ചർച്ചയ്ക്ക് സമയമുണ്ടെങ്കിൽ ഒരു 1-2 മണിക്കൂർ ഞാൻ ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ചു തരാം. എനിക്കിപ്പോ ഒരു സംശയമുണ്ട്, ശ്രീകുമാർ താങ്കളിൽ നിന്ന് ഇതൊക്കെ കേൾക്കാൻ വേണ്ടി ചോദിച്ചതാണോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യഹൃദയം ഒരു ജില്ലാ ആശുപത്രിയിൽ മാറ്റിവെച്ചത് അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ലേ? K-Phone ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം അല്ലേ? ലൈഫ് പദ്ധതി ഒരു ഫ്ലാഗ്ഷിപ്പ് അല്ലേ? ഇപ്പൊ അദ്ദേഹം പറയുന്നു, മറ്റേ പ്രതിപക്ഷ നേതാവ്, ഞാൻ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുന്നില്ല, അദ്ദേഹം വന്ന് അബദ്ധത്തിൽ പോലും ഒരു സത്യം പറയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ദുഃഖമേ ഉള്ളൂ. രേഖകളും കണക്കുകളും വെച്ച് നമ്മൾ സംസാരിക്കുക. നമ്മുടെ തിരുവനന്തപുരത്താണ് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ടായത്. അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയൊരു നേട്ടമല്ലേ? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ കൊണ്ടുവരുന്ന ഈ ഡെവലപ്മെന്റ്സ് ഒക്കെ മതിയുടെ തൽക്കാലം നമുക്ക് കാര്യം ഒന്നുമില്ല, നാട്ടിൽ മനസ്സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. BJP ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഇനി കേരളത്തിന്റെ അവസ്ഥ നാളെ അതുപോലൊരു ചാണാക്കുഴിയായി മാറുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.